അലക്സ് പെരേര വേഴ്സസ് ഇസ്രായേൽ അഡസാനിയ. തീർത്തും വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നിന്നും വന്ന രണ്ടുപേർ. ഒരാൾ തന്റെ കുട്ടിക്കാലത്തെ സ്വപ്നം നേടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഒരാൾ തന്റെ ദാരിദ്ര്യത്തെയും അഡിക്ഷനെയും തോൽപ്പിച്ചുകൊണ്ട് ജീവിതം തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്നു. ഈ വ്യത്യസ്തതയാണ് ഇവരുടെ പോരാട്ടത്തെ വേറിട്ടതാക്കുന്നത്. 1987 ബ്രസീലിൽ ജനിച്ച അലക്സ് പെരേര തികച്ചും ദരിദ്ര ചുറ്റുപാടുകളിലാണ് വളർന്നത്. 7 സഹോദരങ്ങൾ ഉൾപ്പെടെ 9 പേരടങ്ങുന്ന കുടുംബം നോക്കുവാൻ തന്റെ 12ാം വയസ്സിൽ ടയർ വർക്ക്ഷോപ്പിൽ പെരേരയ്ക്ക് കഠിനമായ ജോലി ചെയ്യേണ്ടി വന്നു. 2013 എടുത്ത ഒരു ഗൂഗിൾ ഇമേജിൽ പതിഞ്ഞ ടയർ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്ന പെരേരയുടെ ചിത്രം മിഡിൽ വെയ്റ്റ് ചാമ്പ്യനായതിനു ശേഷം എല്ലാവരിലും കൗതുകമുണർത്തിയിരുന്നു. അവിടെ നിന്നും കിട്ടിയ കൂട്ടുകെട്ടുകൾ അവരെ ആൽക്കഹോളിന് അടിമയാക്കി. ഒപ്പം താൻ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന സഹോദരൻ ജീവിതം അവസാനിപ്പിച്ചതും പെരേരയെ വിഷാദത്തിലേക്ക് തള്ളിയിട്ടു. അങ്ങനെ കുടിച്ചുകൊണ്ട് ജീവിതം നശിച്ചുകൊണ്ടിരിക്കെ അഡിക്ഷൻ നിർത്തണമെന്ന് തോന്നി മാർഷൽ ആർട്സ് പരിശീലിക്കാൻ തുടങ്ങി. കിക്ക് ബോക്സിംഗിലായിരുന്നു തുടക്കം. ആ തീരുമാനം അവന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. ഇതേ സമയം അഡസാനിയ ലോകത്തിന്റെ മറ്റൊരു കോണിൽ വളർന്നു വരികയായിരുന്നു. 1989 നൈജീരിയയിൽ ജനിച്ച അഡസാനിയുടെ കുടുംബം ന്യൂസിലാൻഡിലേക്ക് ചേക്കേറി. പെരേരയെപ്പോലെ ജീവിതം തിരിച്ചുപിടിക്കാനല്ല, കുട്ടിക്കാലത്തെ കൗതുകത്തിന്റെ പേരിലാണ് അവൻ ഫൈറ്റിംഗ് ആരംഭിച്ചത്. അനൈമിനെയും ഡാൻസിനെയും ഒരുപാട് ഇഷ്ടപ്പെട്ട അഡസാനിയ പലപ്പോഴും അതൊക്കെ തന്റെ ഫൈറ്റിലും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. നന്നേ ചെറുപ്പത്തിൽ തന്നെ അഡസാനിയ തായ്ക്കൊണ്ടോ പരിശീലിച്ചു തുടങ്ങി. എന്നാൽ പിന്നീട് കിക്ക് ബോക്സിംഗിലേക്ക് ചുവടുമാറ്റി. പിന്നീട് UFC ലെജൻഡായ സ്പൈഡർ ആൻഡേഴ്സൺ സിൽവയെ ഒരു ഐഡലായി സ്വീകരിച്ചുകൊണ്ട് ആൻഡേഴ്സനെ പോലെ ഒരു ഫൈറ്ററായി മാറുവാൻ ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ അവന്റെ പോരാട്ട ശൈലി സിൽവയെ പോലെ ആകർഷകവും ടെക്നിക്കലുമാക്കി മാറ്റി. ഒരിക്കലും തന്റെ പവറിലായിരുന്നില്ല, ഫ്ലെക്സിബിലിറ്റിയിലായിരുന്നു ശ്രദ്ധിച്ചിരുന്നത്. പെരേരയും അഡസാനിയും തമ്മിലുള്ള റൈവൽറി തുടങ്ങുന്നത് കിക്ക് ബോക്സിംഗ് ലോകത്ത് നിന്നുമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കിക്ക് ബോക്സിംഗ് പ്രൊമോഷനായ ഗ്ലോറിയിൽ രണ്ടുപേരും ആദ്യമായി കണ്ടുമുട്ടുന്നു. അഡസാനിയ തന്റെ സ്പീഡും മൂവ്മെന്റും എലൈറ്റ് സ്ട്രൈക്കിങ്ങും കൊണ്ട് അവിടെ മുന്നേറുമ്പോൾ പെരേര തന്റെ ലെഫ്റ്റ് ഹാൻഡ് പവർ കൊണ്ട് എതിരാളികളെ തകർത്തു. 2016 ഗ്ലോറി കിക്ക് ബോക്സിംഗിൽ ഇരുവരും ആദ്യമായി നേർക്കുനേർ വരുന്നു. ആദ്യത്തെ ഫൈറ്റ് ഒരു ക്ലോസ് എൻകൗണ്ടർ ആയിരുന്നു എന്ന് പറയാം. അഡസാനിയ ആദ്യത്തെ റൗണ്ടുകളിൽ തന്റെ സ്ട്രൈക്കിംഗ് കൊണ്ട് മുന്നേറിയെങ്കിലും അവസാനം ഹെവി ഷോട്ടുകൾ ലാൻഡ് ചെയ്തുകൊണ്ട് പെരേര ഡിസിഷൻ വഴി ജയിച്ചു. ഇന്നും ആ ഫൈറ്റ് അഡസാനിയ വിജയിച്ചു എന്ന് കുറേ ആളുകളെങ്കിലും വിശ്വസിക്കുന്നു. ആ തോൽവിക്ക് ശേഷം ഒരു വർഷം കഴിഞ്ഞ് 2017 അവർ തമ്മിലുള്ള റീമാച്ചിന് കളമൊരുങ്ങി. രണ്ടുപേരും ഗ്ലോറിയിലെ ബെസ്റ്റ് ഫൈറ്റേഴ്സ് ആയി മാറിയിരുന്നത് കൊണ്ട് ഇപ്പോൾ അവരുടെ റൈവൽറി ഒരു ലെജൻഡറി സ്റ്റാറ്റസിലെത്തിയിരിക്കുന്നു. ആദ്യ മത്സരത്തിൽ നന്നായി പോരാടിയിട്ടും അർഹതപ്പെട്ട വിജയം ലഭിക്കാത്തതിന്റെ വിഷമവുമായി ഈ മത്സരം എന്ത് വില കൊടുത്തും ജയിക്കണമെന്ന് കരുതി തന്നെയാണ് അഡസാനിയ വന്നത്. ആദ്യ റൗണ്ടുകൾ അഡസാനിയ തന്റെ സ്ട്രൈക്കിംഗ് ഉപയോഗിച്ച് മുന്നേറി. എന്നാൽ അവസാന വിധി മറ്റൊന്നായിരുന്നു. സ്കോറിംഗിൽ പിന്നിൽ നിന്ന അലക്സ് 3ാം റൗണ്ടിൽ തന്റെ വജ്രായുധം പുറത്തെടുത്തു. സർവനാശിയായ ആ ലെഫ്റ്റ് ഒരു സെക്കൻഡ് പോലും ആവശ്യം വന്നില്ല. അഡസാനിയ നിലംപതിച്ചു. അഡസാനിയുടെ ജീവിതത്തിലെ ആദ്യ നോക്കൌട്ട് പരാജയം സമ്മാനിച്ചുകൊണ്ട് അലക്സ് പെരേര അങ്ങനെ 2ാം അംഗവും തന്റെ പേരിലാക്കി. ഈ തോൽവികളുടെ മുറിവുമായി അഡസാനിയ MMA ചുവടുമാറി. 2018 UFC ജോയിൻ ചെയ്ത അഡസാനിയ തന്റെ ഫാസ്റ്റ് മൂവ്മെന്റുകളും എതിരാളികളുടെ പഞ്ചിൽ നിന്നും ഞൊടിയിടയിൽ തെന്നിമാറിയുള്ള കൗണ്ടർ സ്ട്രൈക്കിങ്ങുമായി അവിടെ പെട്ടെന്നൊരു തരംഗം തന്നെ സൃഷ്ടിച്ചു. ആളുകൾ ഓർത്തു അഡസാനിയ ഒന്ന് തൊടുവാൻ പോലും ആർക്കുമാവില്ലെന്ന്. റോബർട്ട് വിറ്റകറെ തോൽപ്പിച്ചുകൊണ്ട് UFC ഗോൾഡും നേടി. ഇതിനിടയിൽ പൗലോ കോസ്റ്റ, മാർവിൻ വെറ്റോറി, തന്റെ ഐഡലായ ആൻഡേഴ്സൺ സിൽവ എല്ലാവരെയും തോൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ UFC ഗ്രേറ്റ് എന്ന ലെവലിലേക്ക് പോകുമ്പോഴാണ് അലക്സ് പെരേര താൻ അഡസാനിയെ ഇടിച്ചിടുന്ന വീഡിയോയുമായി പ്രത്യക്ഷപ്പെടുന്നത്. പെട്ടെന്ന് തന്നെ ആ വീഡിയോ എല്ലാവരും ഏറ്റെടുത്തു. ആരാണ് അലക്സ് പെരേര എന്ന് MMA ലോകം ചോദിച്ചു തുടങ്ങി. ഇതൊരു ചൂടുവാർത്തയായപ്പോൾ ആളുകൾ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ അഡസാനിയ പെരേരയെ പറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്: അവനിപ്പോൾ ഏതെങ്കിലും ഒരു പബ്ബിലിരുന്നു കൊണ്ട് എന്നെ ചൂണ്ടിക്കാട്ടി ഇവനെ ഞാൻ പണ്ട് തോൽപ്പിച്ചിരുന്നു എന്ന് വീമ്പ് പറഞ്ഞിരിക്കുന്നുണ്ടാവും. ഇങ്ങനെ പറയുമ്പോൾ അഡസാനിയ ചിലപ്പോൾ ഓർത്തു കാണും, ഇനി പെരേര ഒരിക്കലും തന്നെ തേടി വരില്ലെന്നും വന്നാൽ തന്നെയൊന്നും ചെയ്യുവാനാവില്ലെന്നും. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല കാര്യങ്ങൾ. അഡസാനിയുടെ കണക്കുകൂട്ടലുകൾക്ക് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല. ഈ സംഭവങ്ങളെല്ലാം നിരീക്ഷിച്ചുകൊണ്ടും അഡസാനിയ തന്നെ കുറിച്ച് പറഞ്ഞതെല്ലാം അറിഞ്ഞുകൊണ്ടും പെരേര 2021 UFC വന്നു. അഡസാനിയെ വീണ്ടും തോൽപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിനായി. കിക്ക് ബോക്സിംഗിൽ നിന്നും പെട്ടെന്ന് MMA വന്ന പെരേരയ്ക്ക് ഇവിടുത്തെ ഗ്രാപ്ലിംഗും റസ്ലിംഗും ഒന്നും പിടിച്ചു നിൽക്കാനാവില്ലെന്നാണ് എല്ലാവരും കരുതിയത്. അഡസാനിയയും അങ്ങനെ തന്നെ കരുതി കാണും. പക്ഷേ പെരേര തന്റെ ലെഫ്റ്റ് ഹാൻഡ് പഞ്ച് ഇതിനകം തന്നെ MMA പാകപ്പെടുത്തിയിരുന്നു. ഒപ്പം ലെഗ് കിക്കും മിക്സ് ചെയ്തുകൊണ്ട് മത്സരങ്ങൾക്ക് ഇറങ്ങി. മുന്നിൽ കിട്ടിയവരെ നോക്കൌട്ട് ചെയ്യുവാൻ ആരംഭിച്ചു. 3 മത്സരം കഴിഞ്ഞപ്പോൾ UFC മനസ്സിലായി ഇയാൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ലെന്ന്. ഫൈറ്റ് വിൽക്കാൻ ഒരു സ്റ്റോറി അന്വേഷിച്ച് നടക്കുന്ന UFC വീണ് കിട്ടിയ അവസരമായിരുന്നു അഡസാനിയും പെരേരയും തമ്മിലുള്ള മുൻകാല ചരിത്രം. അവർ അത് നന്നായി തന്നെ മാർക്കറ്റ് ചെയ്യുവാൻ തുടങ്ങി. പക്ഷേ തന്റെ മുറിവുകൾക്ക് പകരം ചോദിക്കുവാനുള്ള അവസരമായി അഡസാനിയ ഇതിനെ കണ്ടു. കനോനിയർ ഫൈറ്റിന് ശേഷം അഡസാനിയ പെരേരയെ വെല്ലുവിളിച്ചു. അലക്സ് അത് സാധാരണ പോലെ നിർവികാരമായ ഭാവത്തോടെ തന്നെ കേട്ടിരുന്നു. 2022 UFC 281 രണ്ടുപേർക്കും മത്സരിക്കാനുള്ള അവസരമൊരുങ്ങി. അഡസാനിയ തന്റെ പ്രതികാരം ചെയ്യുവാനുള്ള സുവർണാവസരം എന്ന് ഉള്ളിൽ ഉറപ്പിച്ചുകൊണ്ട് തയ്യാറെടുത്തു. MMA ലെജൻഡ് എന്ന നിലയിലേക്ക് നടന്നെടുക്കുന്നതെനിക്ക് ഇവിടെ
ടീമിലേക്ക് പുതിയതായി വന്ന പെരേരയെ തോൽപ്പിക്കുക അത്ര പ്രയാസമുള്ള കാര്യമല്ലെന്ന് അയാൾ കണക്കുകൂട്ടി. ഫൈറ്റ് തുടങ്ങി ആദ്യത്തെ 4 റൗണ്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും കരുതി അഡസാനിയ ജയിക്കുമെന്ന്. ആദ്യത്തെ റൗണ്ടിന്റെ അവസാന മിനിറ്റിൽ പെരേരയെ ഏകദേശം നോക്കൌട്ട് ചെയ്യുന്ന നിലയിൽ പോലും എത്തിയിരുന്നു. പക്ഷേ ബെൽ അവിടെ രക്ഷകനായി. അങ്ങനെ ആ മത്സരം 5ാം റൗണ്ടിലേക്ക് എത്തി. അഡസാനിയയ്ക്ക് തന്റെ പ്രതികാരത്തിനടുത്തേക്കുള്ള ദൂരം 5 മിനിറ്റ് മാത്രം. പക്ഷേ ഒരു ഹൊറർ സിനിമയിലെ വില്ലനെ പോലെ പെട്ടെന്ന് എവിടെ നിന്നോ അലക്സ് പെരേരയുടെ പഞ്ച് അഡസാനിയയ്ക്ക് മേൽ പതിച്ചു. അപ്രതീക്ഷിതമായിരുന്നു അത്. അഡസാനിയ തകർന്നുപോയി. ഒപ്പം 3-4 പഞ്ചുകൾ കൂടി റഫറി ഫൈറ്റ് സ്റ്റോപ്പ് ചെയ്തു. അഡസാനിയ പിന്നെയും തോറ്റിരിക്കുന്നു. പ്രതികാരം ചെയ്യാൻ വന്നിട്ടിപ്പോൾ തന്റെ ചാമ്പ്യൻഷിപ്പും ഇത്രയും കാലം ഇവിടെ ഉണ്ടാക്കിയതുമെല്ലാം കൂടി തകർന്നു പോയിരിക്കുന്നു. തോൽപ്പിക്കുവാനുള്ളതെല്ലാം ചെയ്തിട്ടും അതിന് സാധിച്ചില്ല. അഡസാനിയ വികാരാധീനനായി. 3ാം തവണയും അഡസാനിയെ തോൽപ്പിച്ചുകൊണ്ട് പെരേര UFC ചാമ്പ്യനായി മാറി. പക്ഷെ കഥ ഇവിടെ അവസാനിച്ചിരുന്നില്ല. അന്ന് വിഷമത്തോടെ പോയ അഡസാനിയ UFCയോട് പെട്ടെന്നൊരു റീമാച്ച് ആവശ്യപ്പെട്ടു. UFC അത് നിരസിക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. UFC 287 അവർ 4ാം തവണ ഏറ്റുമുട്ടാൻ ഒരുങ്ങുന്നു. ഇത്തവണ അഡസാനിയ കൂടുതൽ ശ്രദ്ധയോടെയാണ് വന്നത്. തന്റെ ഗെയിമിൽ അവനെ വീഴ്ത്താനാവില്ലെങ്കിൽ അവന്റെ ഗെയിമുമായി മുൻപോട്ട് പോകുക. അങ്ങനെ പെരേരയെ മുൻപോട്ട് വരുവാൻ ആദ്യ റൗണ്ടുകളിൽ മാക്സിമം അഡസാനിയ പ്രേരിപ്പിച്ചു. താൻ ഈ കളിയിൽ പിറകിലാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചു. അലക്സ് പെരേരയ്ക്ക് താൻ വളരെ നിസ്സാരമായി അഡസാനിയെ കീഴടക്കാൻ പോകുന്നു എന്നൊരു തോന്നലുണ്ടായി. ഒക്ടഗണിൽ ഫെൻസിൽ അഡസാനിയെ കോർണർ ചെയ്തു കിട്ടിയ പെരേര തന്റെ പ്രതിരോധം മറന്നുകൊണ്ട് ഷോട്ടുകൾ ഉതിർക്കുവാൻ തുടങ്ങി. അവസരം നോക്കിയിരുന്ന അഡസാനിയ ആ പ്രതിരോധത്തിലെ പിഴവ് മുതലെടുത്തുകൊണ്ട് ഒരു റൈറ്റ് ഹാൻഡ് കൗണ്ടർ തൊടുത്തുവിട്ടു. പെരേര നിലത്ത് വീണു. ഒപ്പം 2-3 ഫോളോ അപ്പ് ഷോട്ടുകൾ കൂടി. ഇത്രയും കാലം തന്നെ മനസമാധാനം കളഞ്ഞ ആ മനുഷ്യനെ നോക്കൌട്ട് ചെയ്തിരിക്കുന്നതോർത്ത് അഡസാനിയ മതിമറന്ന് ആഹ്ലാദിച്ചു. മത്സരശേഷം അഡസാനിയ പറഞ്ഞു ലോകത്ത് ഇത്രയും സന്തോഷം മറ്റൊന്നിനും തനിക്ക് നൽകാനാവില്ലെന്ന്. പക്ഷേ അലക്സ് പെരേര അഡസാനിയെ പോലെ ഒരിക്കലും തോൽവിക്ക് ശേഷം അത്രയ്ക്ക് ഇമോഷണൽ ആയിരുന്നില്ല. അയാൾ അതിനുശേഷം സാധാരണ പോലെ അതും ശക്തമായി തന്നെ തിരികെ വന്നു. ഒരു മഞ്ഞുമല ഉരുകിയതുപോലെ പിന്നീട് ഇവർ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ പരസ്പരം ബഹുമാനവും സ്നേഹവും പ്രകടിപ്പിച്ചു. അങ്ങനെ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെ അവസാനിച്ചു. പക്ഷേ അലക്സ് അതുകൊണ്ടൊന്നും നിർത്തിയില്ല. അയാൾ ലൈറ്റ് ഹെവി വെയ്റ്റിലേക്ക് പോവുകയും അവിടെ ഇസിയെ തോൽപ്പിച്ച യാൻ ബ്ലാഹോവിച്ചിനെ അയാളുടെ റെസ്ലിംഗും ഗ്രൗണ്ട് ഗെയിമും എല്ലാം മറികടന്നുകൊണ്ട് തോൽപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം ജിറിയെ തോൽപ്പിച്ചുകൊണ്ട് ലൈറ്റ് ഹെവി വെയ്റ്റ് ചാമ്പ്യനുമായി. ഇസിക്ക് കഴിയാത്തത് പെരേരയ്ക്ക് കഴിയുമെന്ന് ലോകത്തെ കാണിച്ചു കൊടുത്തു. പക്ഷേ ഇതിനുശേഷം ഇസിക്ക് തന്റെ പഴയ ഫോമിന്റെ അടുത്തുപോലും എത്താനായിരുന്നില്ല. അയാൾ ആരാലും തോൽപ്പിക്കപ്പെടുന്ന ഒരു ഫൈറ്ററിനെ പോലെ ആയി മാറിയിരുന്നു. അഡസാനിയെ എത്രയൊക്കെ വാക്കുകൾ കൊണ്ട് കുത്തിനോവിച്ചിട്ടും പെരേരയെ ഒരിക്കലും പ്രകോപിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പകരം അതൊക്കെ അയാളെ മോട്ടിവേറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്തിരുന്നത്. അതായിരുന്നു അയാളുടെ വിജയവും. പെരേര ഒരിക്കലും അഡസാനിയെ അല്ല പിന്തുടർന്നിരുന്നത്. അയാൾ ഗ്രേറ്റ്നെസ്സിലേക്കുള്ള യാത്രയിലായിരുന്നു. തനിക്ക് നേരിടേണ്ടി വന്ന കടും ദാരിദ്ര്യത്തെയും അഡിക്ഷനെയും ഒക്കെ മറികടന്നുകൊണ്ടുള്ള യാത്രയിൽ അഡസാനിയ കടന്നുവന്നു എന്നു മാത്രം.